الحمد لله رب العالمين نحمده ونستعينه ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلل فلا هادي له وأشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدًا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم وبارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد أما بعد فإن خير الكلام كلام الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة أعوذ بالله من الشيطان الرجيم يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون بسم الله الرحمن الرحيم إن المتقين في جنات وعيون آخذين ما آتاهم ربهم إنهم كانوا قبل ذلك محسنين كانوا قليلا من الليل ما يهجعون وبالأسحار هم يستغفرون وفي أموالهم حق للسائل والمحروم. ബഹുമാന്യരായ സത്യവിശ്വാസികളെ വിശ്വാസിനികളെ, അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ നിയമ നിർദ്ദേശങ്ങളെ ജീവിതത്തിൻ്റെ എല്ലാ രഹസ്യവും പരസ്യവുമായ മേഖലകളിൽ പരമാവധി കാത്തുസൂക്ഷിച്ച് തഖ്വയോടുകൂടി ജീവിതം പരിശുദ്ധിപ്പെടുത്തി മുന്നോട്ടു പോകണമെന്ന് സ്വന്തത്തോടുകൂടെ തന്നെ നിങ്ങളെയും ബോധിപ്പിക്കുകയാണ്, വസിയത്ത് ചെയ്യുകയാണ്. അള്ളാഹു നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ. നമ്മളൊക്കെ പരിശുദ്ധ റമദാനിൻ്റെ അവസാന ഘട്ടത്തിലാണുള്ളത്. റമദാനിലേക്ക് പ്രവേശിക്കുമ്പോൾ ഒരുപാട് പ്രതീക്ഷയിൽ കടന്നു വന്ന ആളുകളാണ് നമ്മൾ. അല്ലാഹു പരിശുദ്ധ റമദാൻ കൊണ്ട് നേടിയെടുക്കാൻ പറഞ്ഞ തഖ്വ അതിൻ്റെ പരിസമാപ്തിയിൽ എത്തി നിൽക്കുന്ന സമയത്താണ് നമ്മളുള്ളത്. എവിടെ എത്തി എന്നുള്ളത് നമുക്ക് മാത്രമേ അറിയൂ, അല്ലാഹുവിനും. വളരെ കുറഞ്ഞ സമയം, വളരെ കുറഞ്ഞ ദിവസം മാത്രമാണ് റമദാനിൽ നിന്ന് നമുക്ക് ഇനി ബാക്കിയുള്ളത്. ലൈലത്തുൽ ഖദർ പ്രതീക്ഷിക്കാവുന്ന 4 ദിവസം കടന്നുപോയി. ഇനി ഒരൊറ്റ ദിവസം മാത്രമേ നമുക്ക് ബാക്കിയുള്ളൂ. എന്നിരുന്നാലും ഒരുപാട് നന്മകൾ പ്രവർത്തിക്കാനുള്ള അവസരങ്ങൾ നമ്മുടെ മുമ്പിൽ ഇനിയുമുണ്ട്. ഏതാനും ദിവസം കൊണ്ട് നഷ്ടപ്പെടുന്ന അല്ലെങ്കിൽ തീർന്നു പോകുന്ന ഈ റമദാനിനെ വളരെ ഗൗരവത്തോടുകൂടി നെഞ്ചിലേറ്റണമെന്നാണ് ആമുഖമായിട്ട് നിങ്ങളെ ഓർമ്മിപ്പിക്കാനുള്ളത്. വിശ്വാസികളായ ആളുകൾക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല ഓഫർ ചെയ്യുന്ന സ്വർഗം അത് പ്രതീക്ഷിച്ചുകൊണ്ടാണ് നമ്മളൊക്കെ പ്രവർത്തിക്കുന്നത്. സ്വർഗത്തിലെത്തുന്ന ആളുകൾ സന്തോഷത്തോടു കൂടി അല്ലാഹു നൽകിയ സ്വർഗം സ്വീകരിച്ചുകൊണ്ട് സന്തോഷിക്കുന്ന അവസരത്തിൽ അവർക്കുണ്ടാകുന്ന ഗുണവിശേഷണങ്ങളെ കുറിച്ച് പരിശുദ്ധ ഖുർആൻ നമുക്ക് ബോധ്യപ്പെടുത്തി തരികയാണ്. ഇന്നൽ മുത്തഖീന ഫീ ജന്നാത്തിൻ വഉയൂൻ. മുത്തഖീങ്ങൾ, തഖ്വയോടുകൂടി അള്ളാഹുവിനെ ഭയപ്പെട്ട് ജീവിക്കുന്ന ആളുകൾ സ്വർഗത്തിലും അതിൻ്റെ അരുവികളിലൊക്കെ ആയിരിക്കും, തോട്ടത്തിലും അരുവികളിലൊക്കെ സന്തോഷത്തോടു കൂടി കഴിയുന്നവരായിരിക്കും അവർ. ആഖിദീന മാ ആതാഹും റബ്ബുഹും. അവരുടെ റബ്ബ് കൊടുത്തതിൽ അവർ സംതൃപ്തിയോടുകൂടി സ്വീകരിച്ച ആളുകളാണ്. എന്തുകൊണ്ടാണ് അള്ളാഹു അവർക്ക് സുന്നതമായ സ്വർഗത്തിലെ നല്ല അനുഭവങ്ങൾ കൊടുത്തത്? ഇന്നഹും കാനൂ ഖബ്ല ദാലിക മുഹ്സിനീൻ. അവർ സ്വർഗത്തിലെത്തുന്നതിൻ്റെ മുമ്പ്, ബർസഖിയായ ലോകത്ത് അള്ളാഹുവിനെ കാണുന്നതിൻ്റെ മുമ്പ് ഇഹ്സാൻ ചെയ്തവരായിരുന്നു, നന്മ പ്രവർത്തിച്ചവരായിരുന്നു. സ്വർഗം കിട്ടണം എന്നുള്ള താല്പര്യത്തോടു കൂടി മാത്രം നടന്നവരല്ല,
അതിനു വേണ്ട പണിയെടുത്തവരായിരുന്നു അവർ. എന്നിട്ട് എന്താണ് അവർ ചെയ്ത പണി എന്ന് കൃത്യമായിട്ട് പറയാണ്. കാനൂ ഖലീലം മിനൽ ലൈലി മാ യഹ്ജഊൻ. വളരെ കുറച്ച് മാത്രമേ അവർ രാത്രി ഉറങ്ങാറുണ്ടായിരുന്നുള്ളൂ. അത്യാവശ്യത്തിന് ഉറങ്ങിയിട്ട് ബാക്കി സമയമൊക്കെ അവർ ഇബാദത്തിന് വേണ്ടി മാറ്റിവെക്കുന്നവരായിരുന്നു. വബിൽ അസ്ഹാരി ഹും യസ്തഗ്ഫിറൂൻ. അത്താഴ സമയത്ത് അവർ അല്ലാഹുവിനോട് പാപമോചനം തേടുന്നവരായിരിക്കും. പ്രത്യേകം അല്ലാഹു ഒന്നാം ആകാശത്തിലേക്ക് ഇറങ്ങി വന്നുകൊണ്ട് ആരുണ്ടെന്നോട് ചോദിക്കാൻ എന്ന് ചോദിക്കുന്ന സമയം റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, അത്താഴത്തിന്റെ സമയം വളരെ പ്രസക്തമാണ്, പ്രധാനമാണ്. അത്താഴം കഴിക്കാൻ നിങ്ങൾ എണീക്കുകയും 60 ആയത്ത് ഓതുന്നതിന്റെ ഇടയിലുള്ള സമയത്തിന്റെ മുമ്പ് ഭക്ഷണം കഴിക്കുകയും ബാക്കിയുള്ള സമയം ഇസ്തിഗ്ഫാറിനും ഖുർആൻ പാരായണത്തിനും വേണ്ടി ചെലവഴിക്കണമെന്നൊക്കെ പറഞ്ഞ ഒരു മാസത്തിലാണ് നമ്മളുള്ളത്. അപ്പൊ അള്ളാഹുവിനോട് പൊറുക്കലിനെ തേടിക്കുന്ന, അല്ലെങ്കിൽ ഇനി നമ്മൾ പൊറുപ്പിക്കാനുണ്ടെങ്കിൽ അത് ചെയ്യാനുള്ള വളരെ എണ്ണപ്പെട്ട ദിവസം മാത്രമാണ് നമ്മുടെ മുമ്പിലുള്ളത്. കാര്യമായിട്ട് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഈ റമളാനിനെ ഒരു 11 മാസക്കാലത്തേക്കുള്ള ഒരു ട്രെയിനിങ് പീരീഡായിട്ട് നമുക്ക് പരിചയപ്പെടുത്തിയപ്പോൾ നമ്മൾ നേടിയെടുക്കേണ്ട, നമ്മൾ സ്വന്തമാക്കേണ്ട വലിയ പ്രധാനപ്പെട്ട ഒരു സംഗതിയായിരുന്നു ഇസ്തിഗ്ഫാർ, തൗബ ചെയ്തു മടങ്ങുക എന്നുള്ളത്. ജിബ്രീൽ അലൈഹി സ്വലാത്തു വസ്സലാം മിഹ്റാബിലേക്ക് കയറുന്ന പ്രവാചകനോട് പറഞ്ഞ സന്ദർഭം നമ്മൾ ശ്രദ്ധേയമാണ്, നമുക്കറിയാവുന്നതാണ്. റമളാൻ ആസന്നമായിട്ട് സമാഗതമായിട്ട് ആ റമളാനിൽ നോമ്പനുഷ്ഠിക്കാനും പ്രാർത്ഥിക്കാനും ഒക്കെ അവസരമുണ്ടായിട്ട് പാപം പൊറുപ്പിക്കാത്തവന് അള്ളാഹുവിന്റെ കാരുണ്യം തടയട്ടെ എന്ന് പറഞ്ഞപ്പം ആമീൻ പറഞ്ഞത് പ്രവാചകനായിരുന്നു. അതുകൊണ്ട് എണ്ണപ്പെട്ട ദിവസങ്ങളിൽ അള്ളാഹുവിലേക്ക് പശ്ചാത്തപിച്ചു മടങ്ങുക, അത് സ്വർഗത്തിലെത്താനുള്ള മുത്തഖീങ്ങളുടെ വലിയൊരു ഗുണവിശേഷണമാണ്. യാ അയ്യുഹല്ലദീന ആമനൂ തൂബൂ ഇലല്ലാഹി തൗബത്തൻ നസൂഹാ. വിശ്വാസികളെ വിളിച്ചുകൊണ്ടാണ് അള്ളാഹു പറയുന്നത്. നിങ്ങൾ വിശ്വാസികളാണ് എന്നതുകൊണ്ട് എല്ലാം പുറത്തു എന്ന് നിങ്ങൾ പ്രതീക്ഷിക്കരുത്. നിങ്ങൾ എന്ത് വേണം? അള്ളാഹുവിലേക്ക് ഖേദിച്ചു മടങ്ങണം. തൗബത്തൻ നസൂഹാ, പക്ഷാതാപം, നിഷ്കളങ്കമായ തൗബ. എങ്കിൽ അസാ റബ്ബുക്കും അൻ യുകഫിറ അൻകും സയ്യിആതികും വയുദ്ഖിലകും ജന്നാത്തിൻ തജ്രി മിൻ തഹ്തിഹൽ അൻഹാർ. നിങ്ങളെ അള്ളാഹു പാപം പൊറുത്തവനായിട്ട് അള്ളാഹുവിനെ നിങ്ങൾക്ക് കണ്ടെത്തിക്കാം, പൊറുത്തു തന്നേക്കാം. മാത്രമല്ല, നിങ്ങൾ പാപം പൊറുക്കാൻ വേണ്ടി അള്ളാഹുവിനോട് തേടുമ്പോ അടിഭാഗങ്ങളിലൂടെ അരുവിയെടുക്കുന്ന സ്വർഗത്തിൽ നിങ്ങൾക്ക് പ്രവേശനവും ലഭിക്കും. ഇവിടെയും പറഞ്ഞത് ഇത് തന്നെയാണ്. അള്ളാഹുവിൻ്റെ അടുക്കൽ സ്വർഗം കിട്ടാനുള്ള പണി, അതിൽ പ്രധാനപ്പെട്ടത് നമ്മുടെ പാപക്കറകൾ അള്ളാഹുവിനോട് പറഞ്ഞു പൊറുപ്പിക്കുക എന്നുള്ളതാണ്. മൂന്നാമതായിട്ട് അള്ളാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞു, വഫീ അംവാലിഹിം ഹഖ്ഖുൽ ലിസ്സാഇലി വൽ മഹ്റൂം. വളരെ ഗൗരവത്തോടു കൂടി വിശ്വാസി സമൂഹത്തിനുണ്ടാകേണ്ട ഒരു സാമൂഹിക സേവനത്തെക്കുറിച്ച്, നിങ്ങളുടെ സ്വത്തിൽ ആർക്ക് അവകാശമുണ്ട്? വഫീ അംവാലിഹിം ഹഖ്ഖുൽ ലിസ്സാഇലി, ചോദിച്ചു വരുന്നവന്റെ അവകാശം നിങ്ങളുടെ അടുക്കലുണ്ട്. വൽ മഹ്റൂം, ചോദിച്ചു വരാൻ സാധിക്കാതെ രോഗം കാരണമോ മറ്റോ പ്രയാസപ്പെട്ട് നിങ്ങളെ പ്രതീക്ഷിച്ച് നിങ്ങളറിയാതെ നിങ്ങളുടെ പരിസരങ്ങളിൽ 4 ചുമരുകൾക്കുള്ളിൽ ചുമരിനോട് ചാരിയിട്ട കട്ടിലിൽ കിടക്കുന്ന ആളുകളായിരിക്കും ഒരു പക്ഷേ. 2 വിശദീകരണമാണ് പണ്ഡിതന്മാർ അതിന് നൽകുന്നത്. ഒന്നുകിൽ അവർക്ക് ചോദിക്കാൻ വരാനുള്ള ശാരീരികമായ അവസ്ഥയിലല്ല അവരുള്ളത്. രണ്ടാമത്തത്, അവർ ചോദിക്കാൻ പറ്റുന്ന ഒരു സാമൂഹിക പശ്ചാത്തലത്തിലല്ല ഉള്ളത്. അവരെ നിങ്ങൾ നോക്കിക്കാണുമ്പോൾ ഒരു നല്ല 2 നിലയുള്ള വീടുകൾ ഉണ്ടാകും, പ്രതാപമുള്ള സമയത്ത് വാങ്ങിക്കൂട്ടിയ ഒരു പക്ഷേ വാഹനമുണ്ടാകും, നല്ല ഡ്രസ് ഇട്ടിട്ട് ഒരു പുറത്തിറങ്ങും, പക്ഷെ അവരുടെ ഉള്ളു വളരെ പരിതാപകരമായിരിക്കും. അങ്ങനത്തെ ആളുകൾക്ക് നിങ്ങളുടെ സ്വത്തിൽ അവകാശമുണ്ട്. അത് തിരിച്ചറിഞ്ഞുകൊണ്ട് അവരെ സഹായിക്കുന്നവരാണ് ആ മുത്തഖീങ്ങൾ. അയത് മുത്തഖീങ്ങൾ ആ സ്വർഗത്തിന്റെ സുന്നതമായ പദവിയിലിരിക്കുന്ന ആളുകൾ. അപ്പൊ മറ്റൊരുത്തന്റെ അവകാശം നമ്മുടെ അടുക്കലുണ്ടെങ്കിൽ അത് തീർത്തും കൃത്യമായിട്ടും വീട്ടാൻ പറ്റുന്ന ഒരു അവസരത്തിലാണ് നമ്മളുള്ളത്. അതുകൊണ്ടാണ് നോമ്പിന്റെ അവസാനത്തിൽ ഫിത്ർ സക്കാത്ത് കൊണ്ടുവന്നു വെച്ചിട്ടുള്ളത്. അത് നോമ്പിൽ സംഭവിച്ചു പോയിരിക്കുന്ന ചെറിയ അപാകതകളൊക്കെ തീർക്കാനും, അതുപോലെ നമ്മളെപ്പോലെ നോമ്പനുഷ്ഠിച്ച പാവപ്പെട്ട ആളുകൾക്ക് ഈദിന്റെ ദിവസം പട്ടിണി കിടക്കാതിരിക്കാനും വേണ്ടിയിട്ട് 2 കാരണമാണ് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞത് ഫിത്ർ സക്കാത്തിന്റെ വിഷയത്തിൽ. നമ്മൾ കേട്ടതാണ്, മനസ്സിലാക്കിയതാണ്. ഇൻഷാ അല്ലാഹ് ഇവിടെയും സംഘടിതമായ ഫിത്ർ സക്കാത്ത് നടക്കുന്നുണ്ട്. 105 രൂപ കൊടുത്ത് അതിൽ അംഗമാകാൻ വേണ്ടി സാന്ദർഭികമായി ഓർമ്മപ്പെടുത്തുകയാണ്.
ഇതൊക്കെ നന്മയുടെ ഭാഗത്തേക്ക് ഒരു ഇബാദത്ത് പൂർത്തിയാക്കുമ്പോൾ ആ പൂർത്തീകരണത്തിൽ സന്തോഷമുണ്ടാകുന്ന എല്ലാ കാര്യങ്ങളെടുത്ത് പരിശോധിച്ചാലും അള്ളാഹ്ക്ക് ഇഷ്ടമുള്ള സംഗതി മനസ്സ് നിറയെ സന്തോഷത്തോടു കൂടി ഉള്ളത് ചെലവഴിക്കുക എന്നുള്ളതാണ്. അതെല്ലായിടത്തും ഖുർആനിൽ നമുക്ക് കാണാൻ പറ്റും. ഒരു വിശ്വാസിയുടെ ഗുണം പറയുന്നിടത്തൊക്കെ അവൻ ആത്മാർത്ഥമായിട്ട് അള്ളാഹുവിൻ്റെ മാർഗത്തിൽ ചെലവഴിച്ചു കൊണ്ടേയിരിക്കും. റമളാനുമായിട്ട് യാതൊരു ബന്ധവുമില്ല സക്കാത്തിന്. പക്ഷെ നമ്മൾ സക്കാത്ത് കൊടുക്കാനും അതിന്റെ കണക്ക് നോക്കാനുമൊക്കെ തിരഞ്ഞെടുക്കാനുള്ളത് റമളാനിനെയാണ്. എന്തുകൊണ്ട്? യഥാർത്ഥത്തിൽ റമളാനിനെ കൂട്ടി പറഞ്ഞതല്ല സക്കാത്ത്. സക്കാത്തിനെ പറഞ്ഞത് നിസ്കാരത്തിന്റെ കൂടെയാണ്. 30 തവണയാണ് സക്കാത്ത് എന്ന പദം പരിശുദ്ധ ഖുർആൻ പരാമർശിച്ചത്. 30 തവണ. അതിൽ 28 തവണയും അഖീമുസ്സലാ വആതു സക്കാ, നിസ്കാരം നിലനിർത്തുന്നവരെ അതുപോലെ സക്കാത്ത് കൊടുത്തു വിട്ടുന്നവർ കൂട്ടിയാണ് പറഞ്ഞിട്ടുള്ളത്. ഇത് നമുക്ക് നൽകുന്ന ഒരു ബോധ്യം എന്താണ്? നിസ്കാരത്തിന്റെ കാര്യത്തിൽ സൂക്ഷ്മത പാലിക്കുന്നത് പോലെ അതുപോലെ വളരെ സൂക്ഷ്മമായി നിരീക്ഷിച്ച് വ്യക്തമായിട്ടും ഞാൻ ഇന്ന് സുബഹി നിസ്കരിച്ചിട്ടുണ്ട് എന്ന് തനിക്ക് ബോധ്യമാകുന്നത് പോലെ ഞാൻ അള്ളാഹുവിൻ്റെ ഹക്കിൽ അഥവാ എൻ്റെ സ്വത്തിലുള്ള അള്ളാഹുവിന് കൊടുത്തു വിട്ടേണ്ട അന്യൻ്റെ അവകാശം അത് എത്ര ശതമാനമാണോ വ്യത്യസ്ത തലങ്ങളിലൂടെ വരുമ്പോൾ വ്യത്യസ്ത രീതിയിൽ ഉള്ള അവകാശങ്ങൾ കൊടുത്തു വിട്ടിട്ടുണ്ട് എന്ന് കൃത്യമായി സ്വന്തത്തെ ബോധ്യപ്പെടുത്തുക. രണ്ടാമത് അള്ളാഹുവിനോട് അത് ഏറ്റുപറയാനുള്ള തൻ്റെ ഇടമുണ്ടാവുക. നമുക്കറിയാം 10 ലക്ഷം രൂപ കയ്യിലുള്ള ഒരുത്തനെ സംബന്ധിച്ചിടത്തോളം അവൻ്റെ 9,75,000 രൂപ അവൻ്റേതായി പരിശുദ്ധമായിട്ട് അതുണ്ടാവണമെങ്കിൽ 25,000 രൂപ 2.5% അള്ളാഹു അതിൻ്റെ ഹിസാബ് എത്തിയ സമയത്ത് ആർക്കാണോ കൊടുക്കാൻ പറഞ്ഞത് അവർക്ക് കൊടുത്തു വിട്ടണം. നമ്മുടെ നാട്ടില് ഇന്നലകളൊക്കെ നമ്മൾ കണ്ടു. ഒരുപാട് ആളുകൾ വ്യത്യസ്തമായ ഗേറ്റിന്റെ മുമ്പിൽ ഇങ്ങനെ നിൽക്കുന്നു. 50ഉം 100ഉം എടുത്തു കൊടുത്തുകൊണ്ട് സക്കാത്ത് കൊടുക്കുക എന്നുള്ളൊരു പ്രഹസനം നടക്കുന്ന ഒരു സംഗതി. സത്യത്തിൽ അങ്ങനെയാണോ ഇസ്ലാം പഠിപ്പിച്ച സക്കാത്ത്? അല്ല, തീർച്ചയായിട്ടും അങ്ങനെയല്ല. എപ്പോഴാണോ നിങ്ങൾക്ക് ഹിസാബെത്തിയത്, എപ്പോഴാണോ നിങ്ങൾ കച്ചവടം തുടങ്ങിയത്, എപ്പോഴാണോ നിങ്ങൾക്ക് സമ്പത്തുണ്ടായത്, ആ സമ്പത്തിന്റെ ഒരു വർഷം പൂർത്തിയാകുമ്പോഴാണ്. പക്ഷേ നമുക്ക് ഒരു ഇസ്ലാമികമായ ഒരു കലണ്ടർ പ്രകാരം കൃത്യമായിട്ടും അളന്നു കൊടുക്കാനും കൊടുക്കുന്നതിൽ കൂടുതൽ പുണ്യം കിട്ടാനും റമളാനിനെ തെരഞ്ഞെടുത്തുകൊണ്ട് മുന്നേ കൊടുക്കേണ്ടതും ശേഷം കൊടുക്കേണ്ടതൊക്കെ അതിലേക്ക് പരിമിതപ്പെടുത്താം. അതുകൊണ്ട് കുഴപ്പമില്ല. പക്ഷെ അതിൽ കൃത്യമായി നിസ്കാരം നമ്മൾ നിർവഹിച്ചു എന്ന് ഉറപ്പുവരുത്തുന്നത് പോലെ ഞാൻ സക്കാത്ത് കൊടുത്തിട്ടുണ്ട് എന്ന് ഉറപ്പുവരുത്താൻ നമുക്ക് സാധിക്കേണ്ടതുണ്ട്. നമ്മുടെ ശമ്പളത്തിന്, നമ്മുടെ ബിസിനസ്സിന്, നമുക്ക് വന്നുകൊണ്ടിരിക്കുന്ന നമ്മുടെ കൃഷിത്തോട്ടങ്ങളിൽ നിന്ന് വന്നുകൊണ്ടിരിക്കുന്ന വിഭവങ്ങൾക്ക്, അതുപോലെ ഓൺലൈനിൽ നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്ന കച്ചവടങ്ങൾക്ക്, ഷെയർ മാർക്കറ്റിൽ നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്ന കച്ചവടങ്ങൾക്ക്, നാം ഓടിച്ചുകൊണ്ടിരിക്കുന്ന ടാക്സി വാഹനങ്ങൾക്ക്, നാം വാടക വാങ്ങിക്കൊണ്ടിരിക്കുന്ന ബിൽഡിങ്ങുകൾക്ക്, എത്തിനുമാത്രം നമ്മൾ കച്ചവടത്തിന്റെ ആവശ്യത്തിന് വേണ്ടി നമ്മുടെ കാശ് സ്വരൂപിച്ചു വെച്ചിട്ട് നാം വാങ്ങിക്കൂട്ടിയ ഭൂമികൾക്ക് പോലും സക്കാത്ത് കൊടുക്കേണ്ടതുണ്ട്. നമ്മുടെ വീട്ടിൽ ഭാര്യയുടെ അടുക്കല്, മക്കളുടെ അടുക്കലൊക്കെ ആയിട്ടുള്ള സ്വർണത്തിന് 10 പവനായി കഴിഞ്ഞാൽ 85 ഗ്രാമായി കഴിഞ്ഞാൽ അതിന്റെ 2.5% നമ്മൾ ഓരോ വർഷവും സക്കാത്ത് കൊടുത്തുകൊണ്ടിരിക്കണം. നമ്മളൊരു ബിസിനസ് തുടങ്ങുകയാണെങ്കിൽ അതിനു വേണ്ടി നമ്മൾ ചെലവഴിക്കുന്ന സമ്പത്ത് ആദ്യം സക്കാത്ത് കൊടുത്തതാണെന്ന് ഉറപ്പുവരുത്തേണ്ടതുണ്ട്. അതിനുശേഷം ഒരു ഫാക്ടറി നമ്മൾ ഉണ്ടാക്കുന്നു. അതിൻ്റെ ഇന്റീരിയലോ അതിൽ കമ്പ്യൂട്ടറോ അതിൻ്റെ ഓഫീസുകളോ സെറ്റപ്പ് ചെയ്ത് അതിനു വേണ്ടി ചെലവഴിച്ച കാശിനോ ആ ഉപകരണങ്ങൾക്കോ സക്കാത്ത് കൊടുക്കേണ്ടതില്ല. പക്ഷെ അവിടെ നടക്കുന്ന ബിസിനസിന്റെ ലാഭവിഹിതത്തിന് തീർച്ചയായിട്ടും നമ്മൾ കൊടുത്തുകൊണ്ടിരിക്കണം. അതൊക്കെ അന്യന്റെ അവകാശമാണ്. അതാണ് പറയുന്നത് വഫീ അംവാലിഹിം ഹഖ്ഖുൽ ലിസ്സായിലി വൽ മഹ്റൂം. നിന്റെ സ്വത്തിൽ മറ്റൊരുത്തന്റെ അവകാശമുണ്ട്, അത് നീ കൊടുത്തു വീട്ടൽ അനിവാര്യമാണ്. ഖുദ് മിൻ അംവാലിഹിം സദഖത്തുൻ തുതഹിറുകും വതുസക്കീഹിം ബിഹാ. അല്ലാഹുവിന്റെ പ്രവാചകനോട് അല്ലാഹ് പറയാണ്, നിങ്ങൾ അവരുടെ സമ്പത്തിൽ നിന്ന് പിടിക്കണം, നിർബന്ധമായ സക്കാത്ത് പിടിക്കണം. അത് അവരുടെ സമ്പത്തിനെയും അവരുടെ മനസ്സിനെയും ഈമാനിനെയും പരിശുദ്ധിപ്പെടുത്തുന്നതും ശുദ്ധിയാക്കുന്നതുമാണ്. അപ്പൊ മാനസികമായ ശുദ്ധി, തഖ്വ കൈവരിക്കണമെങ്കിൽ ശാരീരികവും സാമ്പത്തികവുമായ വിശുദ്ധി വളരെ അനിവാര്യമാണ്. സാമ്പത്തിക വിശുദ്ധി എന്ന് പറയുന്നത് ഒരു വ്യത്യസ്തമായ വലിയ ഗൗരവമുള്ള കൂടിയാലോചിച്ച് തീരുമാനമെടുക്കേണ്ട ഒരു സംഗതിയാണ്. പെട്ടെന്ന് അതിലേക്ക് എത്തിപ്പെടാൻ സാധ്യമല്ല. നിസ്കാരവും നോമ്പും ഹജ്ജ് നിർവഹിക്കുന്നത് പോലെയല്ല. നമ്മുടെ A to Z ഓരോ ദിവസവും ഓരോ നിമിഷത്തിലും നമ്മൾ പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്ന ഒരു മേഖലയാണ് സാമ്പത്തിക മേഖല.
അവിടെ പരിശുദ്ധി ഉണ്ടാവുക എന്നുള്ളത് വളരെ പ്രധാനമാണ്. ഈ റമദാനിൽ നിന്ന് നമ്മൾ ഈ വിട പറഞ്ഞു പോകുമ്പോൾ, റമദാൻ കഴിഞ്ഞ് ശവ്വാലിലേക്ക് നീങ്ങിപ്പോകുമ്പോൾ കൃത്യമായിട്ട് നമുക്ക് പറയാൻ കഴിയണം, അള്ളാഹു നിർബന്ധമാക്കിയ നോമ്പ് ഞാൻ അനുഷ്ഠിച്ചിട്ടുണ്ട്, നിർബന്ധമാക്കിയ നിസ്കാരം അതിൻ്റെ സമയത്ത് ഞാൻ നിർവഹിക്കുന്നുണ്ട്, അതിൻ്റെ കൂടെ പറഞ്ഞ സക്കാത്തും ഒരാണ ഞാൻ കൊടുക്കാനില്ല, ഒരു റിയാൽ പോലും ഒരു ഉറുപ്പിക പോലും ഞാൻ അള്ളാഹുവിൻ്റെ മാർഗത്തിൽ കൊടുക്കാനില്ല എന്നുള്ള കൃത്യമായ ഒരു ബോധനം നമുക്കുണ്ടാവേണ്ടത് അനിവാര്യമാണ്. അപ്പോഴാണ് നമ്മൾ പരിശുദ്ധി കൃത്യമായിട്ടും പാലിക്കുന്നത്. ആർക്ക് കൊടുക്കണം? നമ്മളവിടെ കൊടുക്കുന്നത് എന്താണ്? തൻ്റെ കുടുംബത്തിൽപ്പെട്ട ആളുകൾക്ക്, കുടുംബക്കാർക്ക് കൊടുത്താൽ സക്കാത്ത് വീടും. തൻ്റെ കീഴിൽ ജോലി ചെയ്യുന്ന തൊഴിലാളികൾക്ക് കൊടുത്താൽ സക്കാത്ത് വീടും. പക്ഷെ അവരെന്തായിരിക്കണം? ഇസ്ലാം പറഞ്ഞ 8 അവകാശികളിൽപ്പെട്ട ആളായിരിക്കണം. 8 അവകാശികളിൽപ്പെട്ട ആളുകൾക്ക് മാത്രമാണ് കൊടുക്കേണ്ടത്. അതിൽ 3ാമത്തെ അവകാശിയെ പ്രത്യേകം എടുത്തു പറഞ്ഞിട്ട് എങ്ങനെയാണ് ഈ സംവിധാനം ചെയ്യേണ്ടത് എന്ന് കൃത്യമായിട്ട് അള്ളാഹു പഠിപ്പിച്ചു തന്നു. ലിൽ ഫുഖറാഇ വൽ മസാകീന വആമിലീന അലൈഹ. ഫക്കീറന്മാർക്ക്, മിസ്കീന്മാർക്ക്, ആ സക്കാത്തിന്റെ സംവിധാനത്തിന് വേണ്ടി പണിയെടുക്കുന്ന ജോലിക്കാർ, അല്ലെങ്കിൽ അതിന്റെ ഉദ്യോഗസ്ഥന്മാര്, അതിന്റെ സംഘാടകർ. അപ്പൊ അത് ജനങ്ങളിൽ നിന്ന് പിരിച്ചെടുക്കുകയും അർഹതപ്പെട്ട ആളുകളിലേക്ക് അത് എത്തിച്ചു കൊടുക്കുകയും ചെയ്യുക എന്നുള്ള സംഘടിത സംവിധാനമാണ് ഇസ്ലാം പ്രോത്സാഹിപ്പിച്ചത്. അത് അവരെ തന്നെ ഒരു അവകാശിയായിട്ട്, അവർ സമ്പന്നരാണെങ്കിലും അവർക്കതിനുള്ള ശമ്പളം കൊടുക്കാനും അതിൽ നിന്ന് കൊടുക്കാനും സക്കാത്തിൽ നിന്ന് എടുത്തുകൊണ്ട് നിർവഹിക്കണം. അത്രയും സംഘടിതമായിട്ടാണ് അത് നിർവഹിക്കേണ്ടത്. അതിനാളില്ലാത്തൊരവസ്ഥ, സംഘടിപ്പിക്കാൻ ആളില്ലാത്തൊരവസ്ഥ വരരുത് എന്നുള്ള നിലക്ക് ഫക്കീറും മിസ്കീനും കഴിഞ്ഞപ്പം ഉടനെ തന്നെ 3ാമതായിട്ട് അവകാശിയെ അള്ളാഹു എണ്ണിയത് അതിൻ്റെ സംഘാടകരെയാണ്. സംഘടിതമായി കൊടുത്താൽ ശരിയാവൂല എന്നൊക്കെ പറഞ്ഞിട്ട് വ്യത്യസ്തമായ ചർച്ചകൾ നമ്മുടെ നാട്ടിൽ നടക്കുന്നുണ്ട്. അവിടെയാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്, 3ാമത്തെ അവകാശിയെ അള്ളാഹു വെറുതെ സ്ഥാപിച്ചതല്ല, അതിൻ്റെ സംഘാടന സംവിധാനം എങ്ങനെ നിർവഹിക്കണമെന്ന് ഈ സമൂഹത്തെ പഠിപ്പിച്ചതാണ്. അള്ളാഹുവിൻ്റെ മാർഗത്തിൽ ഇസ്ലാമിലേക്ക് അടുത്തു വന്ന ആളുകൾ, കടക്കാരായ ആളുകൾ, നമ്മൾ സാധാരണ പറയാറുണ്ട് കടത്തിന് സക്കാത്തിൽ നിന്ന് ഒഴിവാൻ നമ്മൾ പറയാനുള്ള ഒരു കാരണം എന്താ? നമുക്കൊക്കെ കടമുണ്ട് എന്നുള്ളതാണ്. 99% ആളുകളും പുരുഷന്മാരെടുത്ത് പരിശോധിച്ചാൽ അവർക്ക് കടമുണ്ടാകും. പക്ഷെ ഏതാണ് ഇസ്ലാം സക്കാത്ത് കൊടുക്കണ്ട എന്ന് പറഞ്ഞ കടം? ഏതാണ്? അടിസ്ഥാന സൗകര്യങ്ങൾക്ക് വേണ്ടി, നിത്യ ചെലവിന് വേണ്ടി, ഭക്ഷണത്തിന് വേണ്ടി പ്രയാസപ്പെട്ടിട്ട് കടം വാങ്ങിയ ആള്, പെട്ടെന്നൊരു അത്യാവശ്യം ഹോസ്പിറ്റൽ കേസ് ഉണ്ടായി, പെട്ടെന്ന് കടം വാങ്ങി, കടക്കാരനായി. മഴയും കോളും വന്നിട്ട് നിലവിലുണ്ടായിരുന്ന ചെറിയ വീടിന്റെ ഒരു ഭാഗം പൊളിഞ്ഞു പോയി, അവനെ നന്നാക്കൽ അനിവാര്യമാണ്, അതിനുവേണ്ടി കടം വാങ്ങി. അല്ലാതെ 2000 റിയാൽ ശമ്പളമുള്ള ഒരുത്തൻ 70 ലക്ഷം രൂപയുടെ വീടിന് തറക്കല്ലിട്ടിട്ട് 10 കൊല്ലം 25 കൊല്ലം അവന്റെ മുഴുവൻ അധ്വാനവും ആ വീടിന് വേണ്ടി ചെലവാക്കി. അവനെന്നും കടക്കാരനാണെന്ന് പറഞ്ഞിട്ട് സക്കാത്തിൽ നിന്ന് മാറി നിൽക്കാൻ നമുക്ക് കഴിയില്ല. 595 ഗ്രാം വെള്ളിയുടെ സമാനമായ തുക ഇന്നത്തെ വില വെച്ച് നോക്കുമ്പോൾ 67,000 രൂപ കൂട്ടിക്കോ. 67,000 രൂപ നമ്മുടെ കയ്യിൽ ഈ അത്യാവശ്യ ചെലവ് കഴിച്ചിട്ട് ഉണ്ടാകുമെങ്കിൽ, ഉണ്ടെങ്കിൽ എന്നല്ല, ഉണ്ടാകാൻ ഒരു പക്ഷെ ഒരാളെടുത്ത് ഒരു പൈസ ഉണ്ടാവില്ല. കാരണം എന്താ? നമ്മുടെ അത്യാവശ്യ ചെലവല്ലാത്ത ഒരുപാട് ചെലവുകൾ നമ്മുടെ ഇൻകത്തിൽ നിന്ന്, നമ്മുടെ വരുമാനത്തിൽ നമ്മൾ ചെലവാക്കുന്നുണ്ട്. 1 ലക്ഷം രൂപ ശമ്പളം വാങ്ങുന്ന ഒരുത്തന് 30,000 രൂപയോട് അവന്റെ അത്യാവശ്യ ചെലവുകൾ കഴിഞ്ഞു പോകും. പക്ഷെ ഒരു മാസം പൂർത്തിയാകുമ്പോൾ 1 ലക്ഷത്തിൽ 1 ഉറുപ്യ പോലും അവന്റെ കയ്യിൽ ഉണ്ടാവില്ല. കാരണം എന്താ? അവൻ കഴിഞ്ഞ മാസം ഒരാഴ്ച ടൂർ പോയിട്ടുണ്ട്, കഴിഞ്ഞ ആഴ്ച അവന്റെ ഫ്രണ്ട്സിനെയൊക്കെ കൂട്ടിയിട്ട് ഒരു ഫംഗ്ഷൻ നടത്തിയിട്ടുണ്ട്, അവൻ വാഹനം ഒന്ന് മാറ്റിയെടുത്തിട്ടുണ്ട്, അവന്റെ ഇന്റർലോക്ക് മാറ്റിയിട്ടുണ്ട്, അവന്റെ ഗേറ്റ് മാറ്റി വെച്ചിട്ടുണ്ട്. ഇങ്ങനെ വ്യത്യസ്തമായ അടിസ്ഥാന പ്രശ്നമല്ലാത്ത വിഷയത്തിന് അവന് ചെലവാക്കിയിട്ടുണ്ട്. അത് ചെലവാക്കുന്നതിന് ഇസ്ലാം ഒരിക്കലും എതിരല്ല. അവന്റെ അത്യാവശ്യം സക്കാത്ത് കൊടുക്കുന്ന മുതലിൽ നിന്ന് സന്തോഷമായിട്ട് അവന്റെ നാട്ടിലെ വിലയും നിലയും അനുസരിച്ച്, അവന്റെ ക്വാളിറ്റി അനുസരിച്ച്, എൻ്റെ ജോലിയുടെയും അവന്റെ തറവാടിൻ്റെയും മഹത്വം അനുസരിച്ച് അവന് മാന്യമായി ഭക്ഷണം കഴിക്കാം, മാന്യമായി വീടെടുക്കാം, മാന്യമായി വാഹനം ഉണ്ടാകാം, നല്ല ഫംഗ്ഷനുകളും ആളുകൾക്ക് നല്ല ഭക്ഷണമൊക്കെ കൊടുക്കാം. പക്ഷേ അതൊന്നും സക്കാത്ത് കൊടുക്കാൻ ഞാൻ അർഹനല്ല, ഞാൻ കടക്കാരനാണ് എന്ന് കണക്ക് കൂട്ടാൻ പറ്റിയ ഒരു നിലപാടല്ല എന്നാണ് ഇസ്ലാം മുന്നോട്ട് വെക്കുന്ന കാഴ്ചപ്പാട്. ഇവിടെയാണ് എല്ലാവരും സക്കാത്തിൽ നിന്ന് ഒഴിവാണ്, എനിക്ക് കണക്ക് കൂട്ടേണ്ടതില്ല എന്ന് തീരുമാനിക്കുന്ന ആളുകളോട് ഗൗരവത്തോടു കൂടി ഉണർത്താനുള്ളത്. തീർച്ചയായിട്ടും കണക്ക് നോക്കിയാൽ നമ്മളിൽപ്പെട്ട പലരും കൃത്യമായിട്ടും സക്കാത്ത് കൊടുക്കാൻ അവകാശികളായിരിക്കും. അതെങ്ങാനും കൊടുക്കാതെയാണ് നമ്മൾ മരണപ്പെട്ടു പോകുന്നതെങ്കിൽ, അല്ലെങ്കിൽ അത് കൊടുക്കാതെയാണ് ബാക്കി കാര്യങ്ങളിലൊക്കെ ചെലവഴിക്കുന്നതെങ്കിൽ, 10 ലക്ഷം രൂപ ഉണ്ടായിട്ട് 25,000 കൊടുക്കാതെയാണെങ്കിൽ 9,75,000 രൂപ പോലും
അത് നിഷിദ്ധമായി അല്ലെങ്കിൽ അവന് പരിശുദ്ധിയായതല്ലാത്ത രീതിയിലാണ് അവന്റെ കയ്യിലുണ്ടാവുക. ഗൗരവമുള്ള വിഷയമാണ്, അന്യന്റെ അവകാശമാണ്. 10,000 രൂപ എൻ്റെ അക്കൗണ്ടിലേക്ക് ആള് മാറിയിട്ട് വന്നാൽ ഞാൻ അസ്വസ്ഥനാകും, നിങ്ങളും അസ്വസ്ഥനമാകും. റോട്ടിൽ നിന്നൊരു 10,000 രൂപ കിട്ടിയാൽ അതുകൊണ്ട് നമ്മൾ കുടുങ്ങിപ്പോവും. കാരണം നമുക്കത് വേണ്ട, അന്യന്റെ മുതലാണ്, നമുക്കറിയാം. പക്ഷെ ആ റോട്ടിൽ നിന്ന് കിട്ടിയ ആ 10,000 പോലെ തന്നെ തന്റെ അക്കൗണ്ടിലുള്ള, തന്റെ കീശയിലുള്ള, തന്റെ മേശയിലുള്ള ആ 10,000 അവകാശി മറ്റൊരുത്തനാണ്. കിട്ടിയ കാശിന്റെ അവകാശിയെ നിങ്ങൾക്ക് തിരിച്ചറിയൂല. പക്ഷെ നിങ്ങളുടെ പെട്ടിയിലുള്ള കാശിന്റെ അവകാശിയെ, ആ 8 അവകാശികളെ നിങ്ങളുടെ അയൽപ്പക്കത്ത്, നിങ്ങളുടെ കുടുംബത്തിൽ നിങ്ങൾക്ക് കൃത്യമായിട്ടും തിരിച്ചറിയാം. എന്നിട്ടും നമ്മൾ കൊടുക്കുന്നില്ലെങ്കിൽ ഗൗരവത്തോടു കൂടി ആലോചിക്കേണ്ടതാണ്. വിശാലമായ ഒരുപാട് സംശയങ്ങൾ ഉണ്ടാകുന്ന, ഒരുപാട് ചർച്ച ചെയ്യേണ്ട, പഠിക്കേണ്ട വിഷയമാണ്. സൗകര്യത്തിനനുസരിച്ച് നമ്മൾ പഠിക്കുകയും സക്കാത്ത് എന്ന വിഷയത്തിൽ ഞാൻ പൂർണ്ണമായും ശുദ്ധീകരിക്കപ്പെട്ടിട്ടുണ്ട് എന്ന് ബോധ്യം വരികയും ചെയ്യുക എന്നുള്ളതാണ് ഈ വിഷയത്തിൽ എടുക്കേണ്ട നിലപാട്. അല്ലാഹു അതിനുള്ള തൗഫീക്ക് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അൽഹംദുലില്ലാഹ്. അല്ലാഹുമ്മ സ്വല്ലി അലാ മുഹമ്മദിൻ വഅലാ ആലി മുഹമ്മദ്. ഇത്തഖുല്ലാഹ് ഇബാദല്ലാഹ്. അല്ലാഹുവിനെ കാത്തു സൂക്ഷിക്കണമെന്ന് ഒന്നുകൂടി ഓർമ്മപ്പെടുത്തുകയാണ്. സഹോദരങ്ങളെ, ഇന്ന് ഒരുപാട് വിഷയം ചർച്ച ചെയ്യപ്പെടേണ്ട ഒരാഴ്ചയാണ്. നമുക്കറിയാം, നമ്മൾ പോകുന്നത് പെരുന്നാളിലേക്കാണ്. അതിൻ്റെ മുമ്പ് ഫിത്ർ സക്കാത്ത് നമ്മൾ ചർച്ച ചെയ്തു. തീർച്ചയായിട്ടും നിസ്കാരത്തിൻ്റെ മുമ്പ് അത് കൊടുത്തു വീട്ടണം. അതൊരു കീസിൽ നിന്ന് മറ്റൊരു കീസിലേക്ക് മാറ്റിവെച്ച് അവസാനം പെരുന്നാൾ നിസ്കാരത്തിന് പോരുമ്പോൾ നമ്മൾ കൊടുക്കാൻ കൊണ്ടെന്ന് വെച്ച ആ പാത്രത്തിൽ അതിലേറെ വന്ന് വീകുന്ന രീതിയിൽ അയൽപ്പക്കത്തേക്ക് കീസ് മാറ്റി കൊടുക്കുന്ന രീതിയല്ല ഫിത്ർ സക്കാത്തിൻ്റെത്. എല്ലാവരിൽ നിന്നും സ്വരൂപിച്ചിട്ട് അർഹരായ ആളുകൾക്ക് അത് എത്തിച്ചു കൊടുക്കുക എന്നുള്ള നിലപാടാണ് സലഫുകൾ സ്വീകരിച്ചിട്ടുള്ളത്. ആ നിലപാടാണ് നമ്മൾ സ്വീകരിക്കേണ്ടത്. രണ്ടാമത്തെ ഒരു വിഷയം, നമ്മൾ പെരുന്നാൾ നിസ്കാരത്തിന് വരികയാണ് ഇൻഷാ അല്ലാഹ്. നമ്മുടെ ഇവിടെ പ്രഗത്ഭനായ ഒരു ഡോക്ടർ അലി അക്ബർ ഇരുവേറ്റി നമ്മുടെ പള്ളിയുടെ പരിസരത്തുള്ള ഈ ഗ്രൗണ്ടിൽ തന്നെ പെരുന്നാൾ ഈദ് മുസല്ല ഉണ്ടാകും, നിസ്കാരം ഉണ്ടാകും. ആ ഈദ്ഗാഹ് 7:15 നിസ്കരിക്കുന്നത്. എല്ലാവരും കൃത്യസമയം പാലിക്കാൻ വേണ്ടി ശ്രമിക്കുക. മൂന്നാമതായി, ആ പെരുന്നാൾ നിസ്കാരത്തിന് വരുമ്പോൾ നമ്മൾ നിർവഹിക്കപ്പെടേണ്ട ഒരുപാട് സുന്നത്തുകളുണ്ട്. അതിലൊന്ന് പെരുന്നാളിന് വേണ്ടി കുളിക്കുക എന്നുള്ളതാണ്. രണ്ടാമത്തത്, ചെറിയ പെരുന്നാളിന് പള്ളിയിലേക്ക് പുറപ്പെടുമ്പോൾ ഇതുവരെ 30 ദിവസം രാവിലെ ഒന്നും കഴിക്കാത്ത ആളുകളാണ് നമ്മൾ. അപ്പോൾ എന്ത് വേണം? ഒരു ലേശം എന്തെങ്കിലുമൊക്കെ ലഘുവായിട്ട് എന്തെങ്കിലും ഒന്ന് കഴിച്ചിട്ട് വേണം നമ്മൾ എന്ത് ചെയ്യാൻ, ചെറിയ പെരുന്നാളിന് പുറപ്പെടാൻ. നല്ല വസ്ത്രം ധരിക്കുക, അത്തർ പൂശുക, ഇതൊക്കെ സുന്നത്താണ്, നമുക്കൊക്കെ അറിയാവുന്ന കാര്യമാണ്. അതുപോലെ കഴിയുന്ന ആളുകൾ നടന്ന് ഈദ്ഗാഹിലേക്ക് വരിക, തിരിച്ചു പോകുമ്പോൾ മറ്റൊരു വഴി സ്വീകരിച്ചു പോവുക, ഇതൊക്കെ റസൂലുള്ളാഹിന്റെ സുന്നത്തുകളാണ്. പ്രത്യേകം പെരുന്നാളിന്റെ ചന്ദ്രക്കല കണ്ടത് മുതൽ നമുക്ക് ചൊല്ലാനുള്ള ഒരു ദിക്ർ നമുക്ക് അല്ലാഹു പ്രവാചകൻ പഠിപ്പിച്ചു തന്നിട്ടുണ്ട്. അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ, ലാ ഇലാഹ ഇല്ലല്ലാഹു അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ വലില്ലാഹിൽ ഹംദ്. എത്ര തവണ എങ്ങനെ ചൊല്ലണം ഒന്നും കൃത്യമായിട്ട് എന്തിട്ടില്ല, നമുക്ക് വിട്ടു തന്നൊക്കെയാണ്. എത്ര തവണ നീക്ക് ചെല്ലാൻ പറ്റുക, എപ്പോഴാണ് ചെല്ലാൻ പറ്റുക? പുരുഷന്മാരോട് ഉറക്കെ ചെല്ലാനാണ് പറഞ്ഞിട്ടുള്ളത്. ഉറക്കെ പറയാ. എന്താ പറയണത്? അല്ലാഹുവേ, നീ വലിയവനാണ്, നീ മാത്രമാണ് വലിയവൻ. നിന്റെ ആ ഔന്നിത്യമുണ്ടല്ലോ, നിന്റെ ആ വലുപ്പത്തരമുണ്ടല്ലോ, ഞാൻ കൃത്യമായിട്ട് ഉൾക്കൊണ്ടിട്ടുണ്ട്. അതുകൊണ്ട് ലാ ഇലാഹ ഇല്ലല്ലാഹു അല്ലാഹു അക്ബർ, അല്ലാഹുവേ, നിനക്കല്ലാതെ ആരാധനക്ക് അർഹനായ ഒരാളും തന്നെ ഭൂമി ലോകത്തില്ല എന്ന് സാക്ഷ്യപ്പെടുത്തിയിട്ട് ആ തൗഹീദിന്റെ, ആ തവക്കുലിന്റെ, ആ വഹ്ദാനിയത്തിന്റെ, ആ ഏകത്വത്തിന്റെ പദം ഉപയോഗിച്ചുകൊണ്ട് ദിക്ർ ചൊല്ലുക എന്നുള്ളതാണ്. അതിനൊരുപാട് പുണ്യം നമുക്കറിയാവുന്നതുപോലെ ഉണ്ട്. അതൊക്കെ നിർവഹിച്ചുകൊണ്ടാണ് ഈദ് മുസല്ലയിലേക്ക് നമ്മൾ വരേണ്ടത്. ഈദ് മുസല്ലയിലേക്ക് കുടുംബസമേതം എല്ലാവരും എത്തിച്ചേർന്ന്, ഋതുമതികളായ ആളുകൾ പോലും ഈദ് മുസല്ലയിലേക്ക് വരണമെന്നാണ് പറഞ്ഞിട്ടുള്ളത്. അന്ന് നമ്മൾ ആഘോഷത്തിലും സന്തോഷത്തിലുമായിരിക്കും. പക്ഷെ അതിരുവിടാതെ വ്യത്യസ്തമായ ആഘോഷങ്ങൾ പങ്കെടുത്തിരുന്ന പ്രവാചകന്റെ അനുയായികളായ ആളുകൾ ചോദിച്ചു, അള്ളാഹുവിന്റെ റസൂലേ, ഞങ്ങൾ ഇസ്ലാമിലേക്ക് വന്നപ്പോൾ പഴയ കാലത്ത് ഞങ്ങൾ ആഘോഷിച്ചിരുന്ന ഒരുപാട് ആഘോഷങ്ങൾ ഉണ്ടായിരുന്നു, ഞങ്ങൾ അതിലൊന്ന് പങ്കെടുത്തോട്ടെ? റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, അല്ല, നിങ്ങൾക്ക് അതിലേറെ സുന്ദരമായ, നന്മ കിട്ടുന്ന, സന്തോഷം പങ്കുവെക്കുന്ന 2 ആഘോഷം അള്ളാഹു നിങ്ങൾക്ക് നൽകിയിട്ടുണ്ട്. അതുകൊണ്ട് ആ ആഘോഷം കണ്ട് നിങ്ങൾ സംതൃപ്തി അടയുക. പിന്നെ മറ്റൊരു കാര്യം, നമ്മളൊക്കെ തന്നെ മാസം കണ്ടാൽ ഉടനെ വാട്സപ്പിലും ഫേസ്ബുക്കിലുമായിട്ട് ഈദ് മുബാറക്കിന്റെ സന്ദേശത്തിന്റെ ജ്വരമായിരിക്കും. നേരിട്ട് കണ്ടാലും നമ്മൾ പറയുന്നതാണ് ഈദ് മുബാറക്.
എന്നാൽ സഹാബികളുടെ ചര്യ, പ്രവാചകന്റെ അനുചരന്മാരുടെ ചര്യ അങ്ങനെയല്ലായിരുന്നു. അവർ അസ്സലാമു അലൈക്കും എന്ന് പറഞ്ഞ് സലാം പറഞ്ഞിട്ട് തഖബ്ബലല്ലാഹു മിന്നാ വമിൻകും വസാലിഹൽ അമാൽ, അല്ലാഹു നമ്മളിൽ നിന്നും നിങ്ങളിൽ നിന്നും നമ്മുടെ അമലുകൾ സ്വീകരിക്കട്ടെ എന്നുള്ള അഭിസംബോധന രീതിയും പ്രാർത്ഥനയുമായിരുന്നു സന്ദേശമായി നൽകിയിരുന്നത്. അതിനാണ് നാം മുൻതൂക്കം നൽകേണ്ടത്. ഈദ് മുബാറക് എന്ന് പറഞ്ഞാൽ തെറ്റാണ് എന്നല്ല പറഞ്ഞതിൻ്റെ അർത്ഥം. പക്ഷെ നമ്മൾ മുൻഗണനാക്രമത്തിൽ മുൻതൂക്കം കൊടുക്കേണ്ടത്, പ്രാമുഖ്യം കൊടുക്കേണ്ടത് ഈ ഒരു സന്ദേശം, ഒരു പ്രാർത്ഥന കൈമാറുന്നതിനാണ്. അതിനൊക്കെ അല്ലാഹു നമുക്ക് തൗഫീക്ക് നൽകി അനുഗ്രഹിക്കട്ടെ. സഹോദരങ്ങളെ, സ്വർഗം നമ്മളെ പ്രതീക്ഷിച്ച് കാത്തിരിക്കുന്നുണ്ട്. സ്വർഗത്തിലേക്ക് നമ്മളെ പറഞ്ഞയക്കാൻ അല്ലാഹു സുബ്ഹാനഹു വ തആല വളരെ സുന്ദരമായി നമുക്ക് പറഞ്ഞു തരുന്നുണ്ട്. കൂട്ടം കൂട്ടമായിട്ട് നിങ്ങളെ സ്വർഗത്തിലേക്ക് ഇങ്ങനെ ആനയിക്കപ്പെടും. വസീഖല്ലദീന തഖൗ റബ്ബഹും ഇലൽ ജന്നതി സുമറാ. ഈ പൂക്കുളത്തൂരിന്റെ ഭാഗത്തുനിന്ന് ഒരു വലിയ സംഘത്തെ സ്വർഗത്തിലേക്ക് ഇങ്ങനെ ആനയിച്ച് കൊണ്ടുപോകുന്ന ഒരു രംഗം അല്ല പറയാണ്. കൂട്ടം കൂട്ടമായിട്ട് അവർ പോകും. ഹത്താ ഇദാ ജാഊഹാ വഫുതിഹത് അബ്വാബുഹാ. ചെന്നിട്ട് വാതിൽ തുറക്കല്ല, വാതിൽ തുറന്ന് അതിന്റെ കാവൽക്കാരി നമ്മളെ പ്രതീക്ഷിച്ചിരിക്കുകയാണ്. ഫഖാല ലഹും ഖസനതുഹാ സലാമുൻ അലൈക്കും തിബ്തും. നിങ്ങൾക്ക് സ്വാഗതം, നിങ്ങൾക്ക് അഭിനന്ദനം, നിങ്ങൾക്ക് സമാധാനം, നിങ്ങളിതാ കടന്നു വന്നോളൂ ഈ സ്വർഗത്തിലേക്കെന്ന് പറഞ്ഞ് അള്ളാഹുവിന്റെ മലക്കുകൾ വാതിലുകൾ തുറന്ന് നമ്മളെ പ്രതീക്ഷിച്ചിരിക്കുകയാണ്. അല്ല പറയാണ്, കൂട്ടം കൂട്ടമായിട്ട് സ്വർഗത്തിലേക്ക് ഇങ്ങനെ പോകും. ആ കൂട്ടത്തിൽ ഈ പറയുന്ന ഞാനും നിങ്ങളൊക്കെ ഇവിടെ ഉണ്ടാവുക എന്ന് നല്ല ആലോചിക്കുക. എല്ലാത്തിലും ബാക്കിൽ നിൽക്കണം നമ്മൾ, അവിടെയും ബാക്കിലാവോ? അല്ല, എല്ലാറ്റിലും മുന്നേ നടന്നിട്ട് അസ്സാബിഖൂൻ അസ്സാബിഖൂൻ ഉലൈകൽ മുഖറബൂന ഫീ ജന്നാത്തിൻ നഈം. മുൻകടന്നവർ തന്നെയാണ്. അവർ സ്വർഗത്തിന്റെ സോപാനത്തിലേക്കും അതിശീഘ്രം മുന്നടന്നു പോകുന്നവരാണെന്ന് പറയുന്ന കൂട്ടത്തിലാണോ നമ്മൾ ഉണ്ടാവേണ്ടത്? നല്ലോ ആലോചിക്കുക. എന്നിട്ട് അള്ളാഹു പറയാണ്, തുയ്ബുത്തും. എന്തുകൊണ്ട് നിങ്ങളെ കൂട്ടമായിട്ട് സ്വർഗത്തിലേക്ക് ആനയിച്ചു? എന്തുകൊണ്ട് കാവൽക്കാരെ ഏർപ്പെടുത്തിയിട്ട് വാതിൽ തുറന്നു വെച്ച വാതിലിലൂടെ നിങ്ങളെ സ്വീകരിച്ചു? തുയ്ബുത്തും, നിങ്ങൾ ചെയ്ത സുഹൃതം കാരണം, നന്മ കാരണം. അപ്പൊ നമ്മൾ ചെയ്ത നന്മ അവിടെ ഉണ്ടാവണം. ആ നന്മയുള്ളവർക്ക് ഇതിന്റെ കൂടെ കൂട്ടമായിട്ട് പോകാൻ കഴിയുള്ളൂ. ഫദ്ഖുലൂഹാ ഖാലിദീൻ. വിശദീകരിക്കപ്പെടേണ്ട അക്ഷരങ്ങളും പദങ്ങളുമാണതൊക്കെ. ശാശ്വതമായി കഴിക്കോ, ശാശ്വതമായിട്ട് കടന്നു വന്നോ സ്വർഗത്തിലേക്ക്. കാരണം എന്തേ? നിങ്ങൾ നല്ല ചൂടുള്ള സമയത്ത് കഠിനാധ്വാനം ചെയ്തുകൊണ്ട് അള്ളാഹുവിനെ മാത്രം തവക്കുൽ ചെയ്ത് നിങ്ങളുടെ ഫ്രിഡ്ജിൽ വെള്ളമുണ്ടായിരുന്നു, നിങ്ങൾ വെള്ളിപ്പാടകലെ ഭക്ഷണമുണ്ടായിരുന്നു, ഭാര്യയും മറ്റു സൗകര്യങ്ങളും നിങ്ങളുടെ പരിസരത്തുണ്ടായിരുന്നു. അള്ളാഹുവിനെ തഖ്വ ചെയ്തുകൊണ്ട് അവന്റെ സ്വർഗം കാംക്ഷിച്ചുകൊണ്ട് എല്ലാം മാറ്റിവെച്ചവരാ നിങ്ങൾ. തിബുത്തും, നിങ്ങൾ ചെയ്ത സുഹൃതം കാരണം. അവിടെ വിശ്വാസികളായ ആളുകൾ പറയുമെന്ന് അള്ളാഹു പറയുന്നു, വഖാലുൽ ഹംദുലില്ലാഹില്ലദീ സദഖനാ വഅദാ. പടച്ചവനെ, നീ ഞങ്ങൾക്ക് ചെയ്ത വാഗ്ദത്തമുണ്ടല്ലോ, സ്വർഗത്തിലേക്ക് ഞങ്ങൾ അടുപ്പിക്കുമെന്ന് ആ വാഗ്ദത്തം നീ പൂർത്തിയാക്കിയിട്ടുണ്ട്. ഞങ്ങൾ ഉദ്ദേശിച്ചതുപോലെ, നീ താല്പര്യപ്പെട്ടതുപോലെ സ്വർഗത്തിൽ ഒരിടം നൽകി ഞങ്ങൾ അനുഗ്രഹിച്ച തമ്പുരാനെ, നീ വല്ലാത്ത പരിശുദ്ധനാണ്. അത് പറഞ്ഞിട്ട് പിന്നെ അള്ളാഹ് പറയാ, അപ്പോൾ പണിയെടുത്തവരുടെ കൂലി എത്ര മഹത്തരമാണ്. പക്ഷെ പണിയെടുക്കേണ്ട നമ്മളെ ത്വര്യപ്പെടുത്തുകയാണ് അള്ളാഹു. പണിയെടുക്കേണ്ട സമയത്ത്, ജോലി ചെയ്യേണ്ട സമയത്ത്, പരിശ്രമിക്കേണ്ട സമയത്ത് അള്ളാഹുവിന്റെ മാർഗത്തിൽ പരിശ്രമിച്ചു കൊണ്ടേയിരിക്കണം. കൊടുക്കേണ്ട സമയത്ത് കൊടുത്തുകൊണ്ടിരിക്കണം. ദൂർത്തടിക്കുന്നവരും പിശുക്കന്മാരുമായി നമ്മൾ മാറാൻ പാടില്ല. വലാ തുബദ്ദിർ തബ്ദീറാ. അള്ളാഹ് പറഞ്ഞു, നിങ്ങൾ വാരി വലിച്ച് വിതറി ചെലവാക്കരുത്. അത് പറയുന്നതിന്റെ മുമ്പ് അങ്ങനെ വിതറി ചെലവാക്കാൻ നിങ്ങളുടെ കൈവശം സമ്പത്തുണ്ടെങ്കിൽ നിങ്ങൾ ആർക്ക് കൊടുക്കണം? നിങ്ങളുടെ അവകാശം, അതായത് അവരുടെ അവകാശം നിങ്ങൾ കൊടുക്കാനുള്ള ബാധ്യത നിങ്ങൾ ആർക്ക് കൊടുക്കണം? കുടുംബത്തിന് കൊടുക്കണം. സ്വതക്ക കൊടുക്കുമ്പോൾ ഏറ്റവും പരിഗണിക്കേണ്ടത് കുടുംബത്തെയാണ്. പാവങ്ങൾക്ക് കൊടുക്കണം. ഒരിക്കലും നിങ്ങൾ കണ്ടിട്ടില്ല, ഇനി കാണാനും സാധ്യതല്ല, അങ്ങനെയുള്ള ഒരു വഴിപ്പോക്കരാണ്. കൊടുക്കണം നിങ്ങൾ. എന്നിട്ടല്ല പറയാ, വലാ തുബദ്ദിർ തബ്ദീറാ ഇന്നൽ മുബദ്ദിരീന കാനൂ ഇഖ്വാന ശയാത്തീൻ. വാരി വലിച്ച് വിതറുന്നവരുണ്ടല്ലോ, അവർ പിശാചിന്റെ കൂട്ടുകാരാണ്. പിശാചാണെങ്കിൽ അള്ളാഹുവിന്റെ ശത്രുവാണ്. അങ്ങനെ നിങ്ങൾ ആവരുത്. നിങ്ങൾക്ക് വാരി വലിച്ച് ചെലവഴിക്കാനുണ്ടെങ്കിൽ ഈ 3 അവകാശികളെ ഞാൻ പറഞ്ഞു തരാം. അത് നിങ്ങളുടെ കുടുംബക്കാരാണ്, മിസ്കീന്മാരാണ്, വഴിപ്പോക്കരാണ്. അവർക്ക് നിങ്ങൾ വാരി വലിച്ചു കൊടുത്തോ. അങ്ങനെ കൊടുക്കുന്ന ആളുകൾക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല ഇരട്ടിപ്പിച്ചു തരും.
ആരുണ്ട് അള്ളാന്റെ മാർഗത്തിൽ നല്ല കടം കൊടുക്കാൻ? അവൻ നിങ്ങൾക്ക് ഇരട്ടിയാക്കി തരും. അങ്ങനെയാണ് നമ്മൾ സമ്പത്ത് ചെലവഴിക്കേണ്ടത്. ഒരിക്കലും റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, ഒരാൾ സ്വതക്ക ചെയ്തതിന്റെ പേരിൽ, ഒരാൾ ചെലവഴിച്ചതിന്റെ പേരിൽ പിശുക്കനായി ചെലവഴിച്ചതിന്റെ പേരിൽ ഒരിക്കലും അവൻ ബഖീലായി മാറൂല, അതായത് അവൻ നഷ്ടക്കാരനായി മാറൂല, അവന് സമ്പത്ത് കൂടെ ഉണ്ടാവുള്ളൂ. ഇതൊരു അനുഭവമായിട്ട് നമുക്കുണ്ടാവും. നമ്മുടെ പോക്കറ്റിൽ നിന്ന് പരിക്ക് പറ്റുന്ന രീതിയിൽ ഏതെങ്കിലും ഒരു നന്മയ്ക്ക് വേണ്ടി നമ്മൾ ചെലവഴിച്ചാൽ തൊട്ടടുത്ത മാസങ്ങളിൽ തന്നെ അതിലേറെ വലിയൊരു സൗഭാഗ്യം നമുക്ക് ഇങ്ങനെ വരുന്നത് നമുക്ക് കാണാൻ പറ്റും, നേർക്കാഴ്ചകളായി കാണാൻ പറ്റും അനുഭവത്തിൽ. പക്ഷെ നമ്മൾ കൊടുക്കാതെ ഇതൊക്കെ കൊടുത്താൽ എനിക്ക് ബാക്കി ഉണ്ടാവില്ല എന്ന് പറഞ്ഞിട്ട് കെട്ടിപ്പൂട്ടി വെച്ചാലോ, അതെല്ലാം ബാക്കിയാക്കിയിട്ട് എന്നേക്കും നഷ്ടം സംഭവിച്ചവരായി നമ്മൾ മരണപ്പെട്ടു പോകും. നമ്മുടെ മരണത്തിന്റെ ശേഷം നമ്മുടെ സംതൃപ്തി എന്താ? നമ്മളെ മക്കൾക്ക് ബാക്കിയാക്കണം. നമ്മുടെ പിതാക്കന്മാരൊക്കെ ബാക്കിയാക്കി വെച്ച് പോയതിലേറെ 100 ഇരട്ടി സൗഭാഗ്യത്തിൽ നമ്മൾ ജീവിച്ചിട്ടുണ്ടെങ്കിൽ നമ്മളെക്കാൾ 100 ഇരട്ടി സൗഭാഗ്യത്തിൽ നമ്മുടെ മക്കൾ ജീവിക്കും. അവർക്കല്ല നിങ്ങൾ ബാക്കിയാക്കേണ്ടത്, നിങ്ങളുടെ ഖബറിലേക്കാണ്. അള്ളാഹു അതിനുള്ള തൗഫീക്ക് നൽകി അനുഗ്രഹിക്കട്ടെ. എന്തൊക്കെ നീ അള്ളാന്റെ മാർഗത്തിൽ കൊടുത്തു എന്ന് ചോദിക്കുമ്പം, ആരോഗ്യത്തിൽ നിന്ന് 30 കൊല്ലം 40 കൊല്ലം പ്രവാസിയായി ജീവിച്ചൊരു പെര വെച്ച് മക്കളെ കെട്ടിച്ചു എന്ന് പറയുന്നതിന് പകരം ആരോഗ്യത്തിൽ നിന്ന് അള്ളാന്റെ മാർഗത്തിൽ അധ്വാനിക്കാൻ സമയം നമുക്ക് കിട്ടിയിട്ടില്ല. പിന്നെ ചുമരനോട് ചാരിയിട്ട് കട്ടിൽ കിടക്കുമ്പോഴാണ് എന്തെങ്കിലും ചെയ്യാമായിരുന്നു എന്ന് തോന്നുക. പിന്നെ നമുക്ക് അവസരം ഉണ്ടാവില്ല. സമ്പത്ത് കൊടുത്തോ എന്ന് ചോദിച്ചാൽ മൊത്തം ആസ്തി പരിശോധിച്ചിട്ട് അതിന്റെ എത്ര ശതമാനം കൊടുത്തു എന്ന് നോക്കുമ്പോൾ വളരെ തുച്ഛം, തുച്ഛമായ ചെറിയൊരു സംഖ്യക്കേക്കാരം എപ്പോഴെങ്കിലും ഒക്കെ നമ്മൾ ചെലവഴിച്ചുള്ളത്. നമ്മുടെ അധ്വാനത്തിന്റെ 99% ആവശ്യത്തിനല്ലാത്ത, അത്യാവശ്യത്തിനല്ലാത്ത, അനാവശ്യത്തിനോ ദൂർത്തിനോ പൊങ്ങച്ചത്തിനോ ദുരഭിമാനത്തിനോ വേണ്ടിയിട്ടാണ് ഞാൻ ചെലവഴിച്ചു കൊണ്ടിരിക്കുന്നത് എന്ന് ഓരോരുത്തരുടെയും ചെലവഴിക്കലിലേക്ക് നമ്മൾ തിരിഞ്ഞു നോക്കുമ്പോൾ ആ ചെലവഴിക്കുന്ന കാര്യം നമ്മോട് വിളിച്ചു പറയും. ഞാൻ അവസാനിപ്പിക്കുന്നു. ഒരുപാട് സുദീർഘമായി മനസ്സിലാക്കേണ്ടതാണ് സാമ്പത്തിക പരിശുദ്ധി. ആ പരിശുദ്ധിയിലൂടെ പോകുമ്പോൾ മാന്യമായിട്ട്, ലളിതമായിട്ട്, പിന്നെ മധ്യമ സമീപനം സ്വീകരിച്ചു കൊണ്ടാണ് പോകേണ്ടത്. വിശ്വാസികളുടെ ഗുണം പറഞ്ഞപ്പോൾ അള്ളാഹു എടുത്തു പറഞ്ഞു, പ്രത്യേകം ഇബാദുർ റഹ്മാന്റെ ഗുണം പറഞ്ഞപ്പം, വല്ലദീന ഇദാ അൻഫഖു വലം യുസ്രിഫു വലം യഖ്തുറു വകാന ബൈന ദാലിക ഖവാമ. വിശ്വാസികൾ എന്ന് പറഞ്ഞാൽ അവർ ചെലവഴിക്കുകയാണെങ്കിൽ വല്ലാതെ വാരി വലിച്ച് ചെലവാക്കൂല, എന്നാൽ പിശുക്കന്മാരാകൂല. വകാന ബൈന ദാലിക ഖവാമ, മധ്യമ സമീപനായിരിക്കും അവർക്ക് ഉണ്ടാവുക. എല്ലാത്തിലും ഒരു മാന്യമായ നിലപാടുണ്ടാകും. അങ്ങനെ ഒരു നിലപാടെടുക്കാൻ നമുക്ക് കഴിയണം. പരിശുദ്ധ റമദാൻ ഇന്ന് വിട പറയുമ്പോൾ ലൈലത്തുൽ ഖദ്റിനെ പ്രതീക്ഷിക്കാവുന്ന ദിവസങ്ങളുണ്ട്. നന്മകൾ ചെയ്താൽ ഒരു സുന്നത്ത് കർമ്മത്തിന് തന്നെ ഫറലിന്റെ കൂലിയുണ്ട്, ഒരു ഫറലിന് 70 ഫറലിന്റെ കൂലിയുണ്ട് എന്നൊക്കെ പറഞ്ഞ ആ ദിവസങ്ങൾ ഇതാ നമ്മോട് വിട പറയുകയാണ്. നന്മ ചെയ്യാൻ പറ്റുന്ന ആളുകളൊക്കെ നന്മയിൽ മുന്നേറുക. ഇന്ന് നമ്മൾ എടുക്കുന്ന കലക്ഷൻ ഈ പള്ളിയുടെ പരിപാലനവുമായി ബന്ധപ്പെട്ടതാണ്. നമുക്കറിയാം, വളരെ ശുഷ്കിച്ച് കഴിയുന്ന ഒരു ടൗണിലെ പള്ളിയാണ്. ഒന്ന് പരിക്ക് പറ്റുന്ന രീതിയിൽ ഈ പള്ളിയുടെ നിലനിൽക്കുന്ന കാലത്തോളം ഇതിന്റെ പരിപാലനത്തിന് വേണ്ടി കൊടുത്തത് ആസാറുകളായി നമ്മുടെ ഖബറിലേക്ക് എത്തുന്ന രീതിയിൽ എല്ലാവരും പരിശുദ്ധ റമദാനിന്റെ 27, 28 സമയത്ത് ആത്മാർത്ഥമായിട്ട് ചെലവഴിക്കുക. സക്കാത്തും ഫിത്ർ സക്കാത്തും സ്വതക്കയുമൊക്കെ നല്ല ഒരു സംഖ്യ മാറ്റിവെച്ചുകൊണ്ട് എനിക്ക് പരിക്ക് പറ്റിയാലും അള്ളാന്റെ അടുക്കൽ എനിക്ക് ബാക്കിയാണെന്നുള്ള നീയത്തോടു കൂടി നമ്മൾ മുന്നോട്ട് പോവുക. അള്ളാഹു തൗഫീക്ക് നൽകി അനുഗ്രഹിക്കട്ടെ. അള്ളാഹുവേ, ഞങ്ങൾ ദുർബലരാണ്, ഞങ്ങൾ പാപികളാണ്, ഞങ്ങൾ ദോഷികളാണ്. പ്രായത്തിന്റെ ചാപ്പല്യത്തിൽ അകപ്പെട്ടുകൊണ്ട്, ഈ സാഹചര്യത്തിന്റെ സമ്മർദ്ദത്തിൽ അകപ്പെട്ടുകൊണ്ട് ഭൗതികമായ ഒരുപാട് ആഗ്രഹങ്ങളുമായി പോകുമ്പോൾ ആഖിറം ഞങ്ങൾക്ക് ചിന്തിക്കാനുള്ള അവസരം പോലും നിഷേധിക്കപ്പെട്ട അവസ്ഥയിലാണ് ഞങ്ങളുള്ളത്. തമ്പുരാനെ, ഞങ്ങളുടെ ഈമാൻ നീ പരിശുദ്ധിപ്പെടുത്തണേ തമ്പുരാനെ. ഞങ്ങളെപ്പോലെ സുഖലോലുപതയോട് കഴിയുന്ന ആളുകൾ ലോകത്ത് വളരെ കുറവാണ്. പക്ഷെ ആ ഒരു നന്ദിയിലേക്ക് പോലും ഞങ്ങളുടെ ചിന്ത എത്തുന്നില്ല. ഫലസ്തീനിലെ മക്കൾ പ്രയാസവും ദുരിതവും അനുഭവിക്കുകയാണ്. അല്ലാഹുവേ, അവർക്ക് മോചനം നൽകി അനുഗ്രഹിക്കണേ തമ്പുരാനെ. നാടിൻ്റെ നാനാഭാഗങ്ങളിൽ വ്യത്യസ്തമായ ജയിലുകളിൽ കഴിയുന്ന നിരപരാധികളുണ്ട്. ഒരുപാട് പീഡനങ്ങളും പ്രയാസവും അനുഭവിക്കുന്ന ആളുകളുണ്ട്. ഫുൾടോസർ കൊണ്ട് വീടുകൾ നിരത്തിക്കൊണ്ടിരിക്കുന്ന ഒരുപാട് പാവപ്പെട്ട പച്ചയായ മനുഷ്യന്മാരുണ്ട്. അവർക്കൊക്കെ സമാധാനം നൽകി അനുഗ്രഹിക്കണേ തമ്പുരാനെ. അല്ലാഹുവേ, ഞങ്ങളിൽ നിന്ന് മരണപ്പെട്ടു പോയ ആളുകൾ അല്ലാഹുവേ, അവർക്ക് മഗ്ഫിറത്തും റഹ്മത്തും നൽകി അനുഗ്രഹിക്കണേ തമ്പുരാനെ. മറ്റൊരുത്തന്റെ പരസഹായത്തിനു വേണ്ടി കെട്ടിക്കിടക്കേണ്ട ഒരു ഗതികേട് വരുത്താതെ പൂർണ്ണ ആരോഗ്യത്തോടു കൂടി ജീവിക്കുന്ന കാലം ആരോഗ്യത്തോടു കൂടി ജീവിക്കാനും മരിക്കുമ്പോൾ ഈമാനോട് കൂടി മരിക്കാനും നീ തൗഫീക്ക് നൽകി അനുഗ്രഹിക്കണേ തമ്പുരാനെ. റബ്ബനാ ആതിനാ ഫിദ്ദുനിയാ ഹസന വഫിൽ ആഖിറതി ഹസനതൻ വഖിനാ അദാബന്നാർ. വസല്ലല്ലാഹു തആല വസല്ലമ അലാ മുഹമ്മദ് വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ.